ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് പഴയ ഫോണിലത്തെ കോൺടാക്ട്സുകളെല്ലാം തന്നെ ഒരു പുതിയ ഫോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഷെയർ ചെയ്ത് ആ മൊബൈലിൽ ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇതിനായിട്ട് നിങ്ങളുടെ പഴയ മൊബൈൽ ഫോൺ എടുക്കുക, അതിനുശേഷം അതിലെ കോൺടാക്ട്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കുക. ഓൾ കോൺടാക്ട്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ കോൺടാക്റ്റുകളും സെലക്ട് ചെയ്യണം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്ത ശേഷം 3 ഡോട്ടിലായിട്ട് ക്ലിക്ക് ചെയ്ത് സെലക്ട് ഓൾ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഷെയർ എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാൻ സാധിക്കും, അവിടെയായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എക്സ്പോർട്ടിംഗ് കോൺടാക്ട്സ് എന്ന് എഴുതി കാണിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റർഫേസ് ആവുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് എത്ര കോൺടാക്ട്സ് ആണ് നിങ്ങളുടെ ഈ മൊബൈൽ ഫോണിലുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അത് മൊത്തത്തിൽ എക്സ്പോർട്ട് ആകുന്നതിൻ്റെ സംഖ്യകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അത് പൂർണ്ണമായിട്ട് ലോഡ് ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ധാരാളം ആപ്ലിക്കേഷനുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാൻ സാധിക്കും. എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ജിമെയിൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ജിമെയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളുടെ പുതിയതായിട്ടുള്ള മൊബൈൽ ഫോണിലുള്ള ജിമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. 2 എന്ന് പറയുന്ന ഭാഗത്തായിട്ട് അത് നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം ഇവിടെ മുകൾ ഭാഗത്ത് സെൻഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം പിന്നീട് നിങ്ങൾ വരേണ്ടത് പുതിയ മൊബൈൽ ഫോണിലോട്ടാണ്. പുതിയ മൊബൈൽ ഫോണിലോട്ട് വന്നതിന് ശേഷം അതിലെ ജിമെയിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിൽ ആദ്യമായിട്ട് തന്നെ വന്നിരിക്കുന്നത് വി കാർഡ്സ് എന്ന് പറയുന്ന ഫോർമാറ്റിൽ VCL എന്ന് പറയുന്ന ഒരു ഫയൽ വന്നിട്ടുണ്ട്. ആ ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുന്ന രൂപത്തിലോട്ട് ആക്കുക. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോൺടാക്ട്സ് എന്നുള്ളതിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് ഇമ്പോർട്ടഡ് കോൺടാക്ട് ടു എന്ന് എഴുതിയതിന് ശേഷം താഴ്ഭാഗത്തായിട്ട് ആ മൊബൈൽ ഫോണിലുള്ള ജിമെയിൽ ഐഡികളുടെ ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ജിമെയിൽ ID ഈ കോൺടാക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ജിമെയിൽ ID ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ആ ജിമെയിൽ ID ആ കോൺടാക്റ്റുകളെല്ലാം തന്നെ ആഡ് ആകുന്നതായിരിക്കും. പിന്നീട് നിങ്ങൾ ആ ജിമെയിൽ ID എവിടെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും ആ ജിമെയിൽ IDയിൽ ആ കോൺടാക്ട്സുകളെല്ലാം തന്നെ കിടക്കുന്നുണ്ടാകും. അതിനുശേഷം നിങ്ങളുടെ പുതിയ ഫോണിലെ കോൺടാക്ട്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ മൊബൈൽ ഫോണിലത്തെ എല്ലാ കോൺടാക്ട്സുകളും തന്നെ ഇതിലോട്ട് ട്രാൻസ്ഫറായി കോപ്പിയായി മാറിയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കോൺടാക്റ്റ് എന്നുള്ളതിൽ നിന്ന് ഓൾ കോൺടാക്ട്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ എത്ര കോൺടാക്റ്റ് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് അറിയാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഓൾ കോൺടാക്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ജിമെയിൽ IDയിലും സേവ് ആയിരിക്കുന്ന കോൺടാക്റ്റുകളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും, എത്ര കോൺടാക്റ്റുകൾ സേവ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ നേരത്തെ നിങ്ങൾ ഏത് ജിമെയിൽ IDയിലോട്ടാണോ ഈ കോൺടാക്റ്റുകളെല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആ എണ്ണം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് കുറച്ച് ടൈം ഒന്ന് കൊടുക്കണം ഇത് മൊത്തത്തിൽ ഇമ്പോർട്ടായി മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രൂപത്തിലാണ് നിങ്ങളുടെ പഴയ ആൻഡ്രോയിഡ് ഫോണിലുള്ള കോൺടാക്റ്റുകളെല്ലാം തന്നെ നിങ്ങളുടെ പുതിയ ആൻഡ്രോയിഡ് ഫോണിലോട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.